നമസ്കാരം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധങ്ങളുടെ ആഴം ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി വ്യക്തമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം പുടിൻ 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ എത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഈ ആക്ഷൻ പാക്കഡ് സന്ദർശനം സുരക്ഷാ ഏജൻസികൾക്ക് ഒരു കനത്ത വെല്ലുവിളി തന്നെയാണ്. റഷ്യയുടെ പ്രസിഡൻഷ്യൽ സെക്യൂരിറ്റി സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിലെ കമാൻഡോകളും ദില്ലി പോലീസും ചേർന്ന് തലസ്ഥാന നഗരിയിൽ ഒരുക്കിയിരിക്കുന്നത് 5 പാളികളുള്ള അതീവ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സുരക്ഷാ വലയമാണ്. സന്ദർശനത്തിന്റെ ഓരോ നിമിഷവും പിഴവുകളില്ലാതെ നിരീക്ഷണത്തിലാണെന്ന് ഉറപ്പുവരുത്തുന്ന ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ആധുനിക കാലത്തെ ഏറ്റവും മികച്ച സുരക്ഷാ മാനദണ്ഡങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വിമാനം ഇറങ്ങുന്നതോടെ സജീവമാകുന്ന ഈ സുരക്ഷാ വലയത്തിൽ ഇരു രാജ്യങ്ങളിലെയും ഉന്നത സുരക്ഷാ സേനകളാണ് ചുമതല പങ്കിടുന്നത്. റഷ്യയിൽ നിന്നുള്ള 4 ഡസനിലധികം ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ ദില്ലിയിലെത്തിയ സുരക്ഷാ പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു. NSGയും ദില്ലി പോലീസും ചേർന്നാണ് സുരക്ഷാ തലങ്ങൾ കൈകാര്യം ചെയ്തത്. അതേസമയം റഷ്യൻ പ്രസിഡൻഷ്യൽ സെക്യൂരിറ്റി സർവീസിനാണ് അകത്തെ പാളികളുടെ ചുമതല വഹിക്കുക. ഏറ്റവും ഉള്ളിലുള്ള സുരക്ഷാ വലയത്തിൽ റഷ്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി മോദിയോടൊപ്പം ഉള്ളപ്പോൾ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ഇന്ത്യയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലെ കമാൻഡോകളും ചേരും. സുരക്ഷാ വിഭാഗത്തിലുള്ള എല്ലാവരും ഒരു കൺട്രോൾ റൂമുമായി നിരന്തരം ആശയവിനിമയത്തിലുണ്ടാകും. പുടിന്റെ സന്ദർശനത്തിനായുള്ള സുരക്ഷാ പദ്ധതിയിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾക്ക് നിർണായക സ്ഥാനമുണ്ട്. പ്രസിഡന്റിന്റെ സൈനിക വ്യൂഹം കടന്നുപോകുന്ന വഴികൾ അതീവ ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. വ്യൂഹത്തിൽ എല്ലായ്പ്പോഴും കണ്ണുവയ്ക്കുന്നതിനായി പ്രത്യേക ഡ്രോണുകൾ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ സുരക്ഷാ ഭീഷണികളെ മുൻകൂട്ടി തടയാനായി ജാമറുകൾ, AI മോണിറ്ററിംഗ്, മുഖം തിരിച്ചറിയൽ ക്യാമറകൾ എന്നിവയെ വിന്യസിച്ചിട്ടുണ്ട്. നിരവധി സ്നൈപ്പർമാർ വ്യൂഹത്തിന്റെ സഞ്ചാരപാതയിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ച് കവറേജ് ഉറപ്പാക്കും. പുടിൻ താമസിക്കുന്ന ഹോട്ടൽ പൂർണ്ണമായും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ്. കൂടാതെ അദ്ദേഹം സന്ദർശിക്കാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിക്കഴിഞ്ഞു. പുടിന്റെ സുരക്ഷാ സംവിധാനങ്ങളിലെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് അദ്ദേഹം ഉപയോഗിക്കുന്ന ആഡംബര കവചിത ലിമോസിൻ ആയ ഓരസ് സെനറ്റ് ആണ്. ചക്രങ്ങളുടെ കോട്ടയെന്ന് പലപ്പോഴും വിശേഷിക്കപ്പെടുന്ന ഈ വാഹനം പുടിന്റെ ഇന്ത്യ യാത്രയ്ക്കായി റഷ്യയിൽ നിന്ന് വിമാനമാർഗം എത്തിച്ചതാണ്. 2018 അവതരിപ്പിച്ച സെനറ്റ് റഷ്യൻ സർക്കാരിന്റെ ഉപയോഗത്തിനായി ആഭ്യന്തരമായി ആഡംബരവും കവചിതവുമായ വാഹനങ്ങൾ നിർമ്മിക്കുന്ന കോട്ടേഷ് പദ്ധതിയുടെ ഭാഗമാണ്. സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം റഷ്യൻ സാങ്കേതിക വിദ്യയുടെ അഭിമാനമായി സെനറ്റ് ഇന്ത്യൻ മണ്ണിൽ തലയുയർത്തി നിൽക്കും. ഇന്ന് വൈകുന്നേരം എത്തുന്ന പുടിൻ പ്രധാനമന്ത്രി മോദിയുമായി അത്താഴ വിരുന്നിൽ പങ്കെടുക്കുന്നതോടെയാണ് സന്ദർശനം ആരംഭിക്കുക. പിറ്റേന്ന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം ലഭിക്കും. തുടർന്ന് രാജ്ഘട്ടിലെ മഹാത്മാഗാന്ധിയുടെ സ്മാരകം സന്ദർശിക്കുന്ന അദ്ദേഹം ഹൈദരാബാദ് ഹൌസിലെ ഉച്ചകോടിയിലും ഭാരത് മണ്ഡപത്തിലെ ഒരു പരിപാടിയിലും പങ്കെടുക്കും. കൂടാതെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരുക്കുന്ന വിരുന്നിലും റഷ്യൻ പ്രസിഡന്റ് പങ്കെടുക്കും. ഈ തിരക്കിട്ട യാത്രാക്രമം തടസ്സങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും പരസ്പരം ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉന്നത വൃത്തങ്ങൾ ഉറപ്പുവരുത്തുകയാണ്.